സ്റ്റുഡൻസ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പേസ്, 3 ഡയമെൻഷണൽ സ്പേസ്, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, 2 ഡയമെൻഷനാണ് അല്ലേ പ്ലെയിൻ. ഇപ്പോൾ ബോർഡ് പ്ലെയിനിന് ഒരു എക്സാമ്പിളാണ്. സ്പേസ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷനിൽ വരുന്ന സോളിഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസിനുള്ള അല്ലെങ്കിൽ സ്പേസിലെ പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 3 ടൈപ്പ് റെപ്രസെന്റേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാനായിട്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. എക്സ്, വൈ, സെഡ് ആക്സിസസ് യൂസ് ചെയ്ത് സ്പേസിലുള്ള ഒരു എലമെന്റിനെ അല്ലെങ്കിൽ സ്പേസിലുള്ള ഒരു പോയിന്റിനെ അതാത് കോർഡിനേറ്റ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസസ് കണക്കാക്കിയിട്ട് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന മെത്തേഡ്, അങ്ങനെ ഒരു സിസ്റ്റം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലെയിനിലാണ് എങ്കിൽ എക്സ്, വൈ ആക്സിസസ് യൂസ് ചെയ്ത് പ്ലെയിനിലുള്ള ഏതൊരു പോയിന്റിനെയും റെപ്രസെന്റ് ചെയ്യും അല്ലേ. ആ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസിഡർ ഓർഡേർഡ് പെയർ 2, 3. ഒരു പ്ലെയിനിലുള്ള ഒരു ജനറൽ ആയിട്ട് ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓർഡേർഡ് പെയർ എക്സ്, വൈ എന്നുള്ളതാണ് പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ആ പോയിന്റ് എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഓർഡേർഡ് പെയർ 2, 3 എന്നുള്ള പോയിന്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആ പോയിന്റ് എക്സ് ആക്സിസിൽ നിന്ന് 2 ഡിസ്റ്റൻസും വൈ ആക്സിസിൽ നിന്ന് 3 ഡിസ്റ്റൻസും അല്ലേ, അത്രയും അകലെയാണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ആ ഡിസ്റ്റൻസിന്റെ ടേംസിൽ നമ്മൾ അതിനെ 2, 3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ സ്പേസിലുള്ള പ്ലെയിനിൽ അങ്ങനെ 2 ഡയമെൻഷനിൽ ആയതുകൊണ്ട് എക്സ്, വൈ ആക്സിസുകൾ മതിയായിരുന്നു. സ്പേസ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ 3 ആക്സിസുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് അല്ലേ. പ്ലെയിനിൽ നിന്ന് വിട്ടിട്ട് അതിനൊരു ഹൈറ്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടിയും കൂടി കൂടുതൽ വരും അല്ലേ സോളിഡ്സ് ആവുമ്പോഴും. അപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, 3 മെഷർമെന്റ്സ്, 3 കോർഡിനേറ്റ് ആക്സിസുകളാണ് അവിടെ വരുന്നത്. സ്പേസിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റേഷൻ കൊടുക്കുക. എക്സ്, വൈ, സെഡ് എന്നാണ്. ട്രിപ്ലറ്റ് ആയിട്ടാണ്, 3 ട്യൂപ്പിൾ അല്ലെങ്കിൽ ട്രിപ്ലറ്റ് ആയിട്ടാണ് നമ്മൾ പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുക. എക്സ്, വൈ, സെഡ് എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ കൊടുക്കുക. ആ ഓരോന്നും ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ താഴെയുള്ളത് എക്സ്, വൈ പ്ലെയിൻ ആണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വരുന്ന ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സ്പേസിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. മറ്റേത് എക്സ്, വൈ ആക്സിസുകൾ വരുന്നത് പ്ലെയിനിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്പേസിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. 3 ആക്സിസുകൾ വെച്ചിട്ട് നമ്മൾ മെഷർമെന്റ് നടത്തുന്നു. ഇപ്പോൾ ഒരു ജനറൽ ആയിട്ട് ഒരു പോയിന്റിന് നമ്മൾ എക്സ്, വൈ, സെഡ് എന്നുള്ള ട്രിപ്ലറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും സെഡ് ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട് എന്നുള്ളത്. ഈ ഡിസ്റ്റൻസുകളാണ് ഈ എക്സ്, വൈ, സെഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ്, വൈ പ്ലെയിൻ ആണ്. ദെൻ ഇതും ഈ ഒരു പ്ലെയിൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് എക്സ്, സെഡ് പ്ലെയിൻ ആണ്. പിന്നെ ഇവിടെ വരുന്ന ഒരു പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് വൈ ആക്സിസ് അല്ലേ, അപ്പൊ ഇത് വൈ സെഡ് പ്ലെയിൻ ആണ്. ഇത് എക്സ് ആക്സിസ് അല്ലേ, അപ്പൊ ഇത് എക്സ് സെഡ് പ്ലെയിൻ ആണ്. അങ്ങനെ കുറെ പ്ലെയിൻസ് അവിടെ വരുന്നുണ്ട്, 3 പ്ലെയിൻസ് അവിടെ വരുന്നുണ്ട്, 3 ആക്സസുകൾ വരുന്നുണ്ട്. ഒരു സ്പേസിലുള്ള ഒരു ജനറൽ പോയിന്റിനെ നമ്മൾ എക്സ്, വൈ, സെഡ് എന്നുള്ള ട്രിപ്ലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ നടുവിൽ എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുക. അപ്പൊ ഇത് പഠിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്, ഒരു റൂമിന്റെ കോർണർ ആലോചിച്ചാൽ മതി. റൂമിന്റെ കോർണർ ആലോചിക്കുക. ഇത് ഇതിന്റെ ഹൈറ്റ് ആണ്, ഇത് ആ റൂമിന്റെ ഒരു സൈഡ്, ആ കോർണറിന്റെ വേറൊരു സൈഡ്. അപ്പൊ ആ കോർണർ നമുക്ക് വേണമെങ്കിൽ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഫോർ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ കോർണർ ഒറിജിൻ, ഇങ്ങനെയുള്ളത് സെഡ് ആക്സിസ്, ഇങ്ങനെയുള്ളത് എക്സ് ആക്സിസ്, ഇങ്ങനെയുള്ളത് വൈ ആക്സിസ്. അത് നമുക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അത് ആലോചിച്ചാൽ മതി എന്ന് ഇപ്പോഴും നമ്മൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലായല്ലോ. ഓൾറെഡി നമുക്ക് പ്ലെയിനിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അറിയാവുന്നതുകൊണ്ട് അത് സ്പേസിലേക്ക് വരുമ്പോൾ ഒരു കോർഡിനേറ്റും കൂടെ കൂടും, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്.
അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നോട്ടിലേക്ക് എഴുതേണ്ടത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഫിഗർ വരയ്ക്കുക. ഫിഗർ ആദ്യം വരയ്ക്കുക, ഒറിജിനൊക്കെ മാർക്ക് ചെയ്യുക, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയാവും. ദ 3 axes determine 3 planes YZ, XZ and XY planes which divide the space into 8 octants. 8 octants ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. To each point P in space corresponds an ordered triple of numbers x, y, z called Cartesian coordinate which measure its directed distance from 3 planes. അതായത് പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ വരച്ചിട്ട് ഈ പാരഗ്രാഫാണ് നോട്ടായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പം അത്രയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും അവിടെ ആവശ്യമില്ല. അടുത്തത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. പുതിയ സിസ്റ്റമാണ്. സെയിം നമ്മുടെ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള അടുത്ത ടൈപ്പാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഓൾറെഡി നമ്മൾ പൊളാർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പൊളാർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള 2 സിസ്റ്റംസ് ആയിരുന്നു. ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, XY ആക്സിസുകൾ വരുന്നതും പൊളാർ കോർഡിനേറ്റ് സിസ്റ്റം. അതുപോലെ ഇവിടെ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 സിസ്റ്റംസ് വരുന്നുണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അതിൽ രണ്ടാമത്തതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പൊളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പ്ലെയിനിലുള്ള സ്പേസിലുള്ള ഒരു പോയിന്റിനെ r θ z എന്നാണ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. r θ z ആണ് അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. ശ്രദ്ധിക്കുക, അതിലിനി ഓരോന്നും എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. r എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിൽ ഇതിൽ നിന്ന് അവിടെ നമുക്ക് നോക്കാം. r θ ഈസ് ജസ്റ്റ് ദ പൊളാർ കോർഡിനേറ്റ് ഓഫ് XY വേർ x ഈക്വൽ ടു r cos θ ആൻഡ് y ഈക്വൽ ടു r sin θ. അതായത് ഈ XY പ്ലെയിനിൽ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആക്ച്വലി നമ്മളിത് XYZ എന്നല്ലേ റെപ്രസെന്റ് ചെയ്യാറ്. അതിൽ XY എന്ന് പറയുന്ന പോയിന്റ് ഈ പ്ലെയിനിലായിരിക്കും. XY പ്ലെയിൻ എന്ന് പറയുന്നത് താഴെയുള്ള പ്ലെയിനാണ്. അപ്പോൾ XY എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇവിടെ M എന്ന് കാണിച്ചിരിക്കുന്ന ഈ പോയിന്റ് ആയിരിക്കും XY എന്ന് പറയുന്ന പ്ലെയിനിലെ പോയിന്റ്. അതിൽ കൂടെ സെഡും കൂടെ ചേരുമ്പോഴാണ് ഈ സ്പേസിലെ പോയിന്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ XY പോയിന്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊളാർ കോർഡിനേറ്റ്സ് ആണ് ആറും തീറ്റയും. അപ്പോൾ പൊളാർ കോർഡിനേറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് r എന്ന് പറയുന്ന ഈ ആംഗിള് എക്സ് ആക്സിസ്, ഈ ഒറിജിനും എക്സ് ആക്സിസിനെയാണ് നമ്മൾ ഇനീഷ്യൽ ലൈൻ എന്ന് അവിടെ പറയാറ്. അപ്പോൾ ഈ പോസിറ്റീവ് എക്സ് ആക്സിസ് ഈ പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ പോസിറ്റീവ് എക്സ് ആക്സിസ് ഈ XY അല്ലെങ്കിൽ M എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് r തീറ്റ, പിന്നെ z എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന z കോർഡിനേറ്റ് തന്നെയാണ്. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ 3 പോയിന്റ്സ് വരുന്നത് r തീറ്റ z. അതിൽ r തീറ്റ എന്ന് പറയുന്നത് ഇതിൽ XYZ എന്നുള്ള പോയിന്റിന്റെ XY, അതായത് ഇതിന്റെ ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ എടുക്കുക. XY പ്ലെയിനിലേക്കുള്ള അതിന്റെ പ്രൊജക്ഷൻ എടുക്കുക. ഈ പോയിന്റിന്റെ പെർപെൻഡിക്കുലർ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് എടുക്കുക. അപ്പൊ ഈ M എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഈ M എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. XY പ്ലെയിനിലേക്ക് അതിന്റെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ M എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അല്ലെങ്കിൽ ഓർഡേഡ് ബൈ XY എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഈ M എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആ എമ്മിൽ നിന്ന് ഒറിജിനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ എമ്മിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നില്ല, ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് വരുന്ന ഡിസ്റ്റൻസ് ആണ് r ആയിട്ട് വരുന്നത്. ഓക്കെ, thus if P be a point in space and if M be its projection in the XY plane, so that r theta is the polar coordinate of M. Polar coordinate of M എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ordered by XYയുടെ polar coordinate ആണുള്ളത്. MP equal to Z and the cylindrical polar coordinates of P are given by r theta Z. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫിഗർ വരച്ചിട്ട് ഈ എക്സ്പ്ലനേഷൻ, ഈ പാരഗ്രാഫ് അവിടെ എഴുതി വയ്ക്കുക.
നോട്ടിൽ ഒന്നും കൂടെ ഡെഫിനേഷൻ ആയിട്ട് എഴുതി വെക്കാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് എ പോയിന്റ് പി ഇൻ സ്പേസ് ആസ് ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ് ആർ തീറ്റ സെഡ് ഇൻ വിച്ച് ആർ ആൻഡ് തീറ്റ ആർ polar coordinates of the vertical projection of p on the xy plane. പറഞ്ഞല്ലോ, ഉദാ എമ്മിന്റെ പൊളാർ കോർഡിനേറ്റ്. പൊളാർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയും ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആറും എടുത്ത് കിട്ടുന്നതാണ് ആറും തീറ്റയും അതിന്റെ പൊളാർ കോർഡിനേറ്റ്സ്. വേർ സെഡ് ഈസ് ദ റെക്ടാങ്കുലർ വെർട്ടിക്കൽ കോർഡിനേറ്റ്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ സെഡ് എന്താണോ പറഞ്ഞത് ആ സെയിം സെഡ് തന്നെയാണ് സെഡ് ആയിട്ട് വരുന്നത്, അതിന്റെ ഹൈറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ, ആ സിസ്റ്റം മനസ്സിലായല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്പേസിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാം. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെഡ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് റിലേഷൻ. എക്സ് ഈക്വൽ ടു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളത് എക്സ് വൈ സെഡും സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലുള്ളത് ആർ തീറ്റ സെഡും ആണ്. അതിൽ സെഡ് കോമൺ ആണ്, എക്സ് വൈയും ആർ തീറ്റയും ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആൻഡ് സെഡ് ഈക്വൽ ടു സെഡ്. അതേപോലെ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്. ഈ 5 റിലേഷനാണ് അവർ തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തതൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 8 π/3 7 in cylindrical coordinates to rectangular coordinates. അപ്പൊ ഇത് കണ്ടാൽ അറിയാം 6, പിന്നെ ഇതൊരു ആംഗിൾ മെഷർമെന്റ് ആണ്. അപ്പൊ തീറ്റ സെഡ്, ആർ തീറ്റ സെഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മളത് ഈ റിലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എക്സും വൈയും സെഡും കിട്ടണം. സെഡ് നമുക്ക് 7 ആണെന്നറിയാം, പിന്നെ ആറും തീറ്റയും യൂസ് ചെയ്ത് നമുക്ക് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് 8 ആണ്, തീറ്റ എന്ന് പറയുന്നത് π/3 ആണ്. അപ്പോൾ 8 കോസ് π/3, കോസ് π/3 1/2 ആണ്. അപ്പോൾ നമുക്ക് 4 കിട്ടും. അതുപോലെ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ 8 സൈൻ π/3, അപ്പോൾ 4√3 എന്ന് കിട്ടും. സെഡ് ഈക്വൽ ടു സെഡ് തന്നെയാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 7 എന്നുള്ളത് കിട്ടും. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇക്വാലന്റ് റെക്ടാങ്കിൾ കോർഡിനേറ്റ് സിസ്റ്റം 4, 4√3, 7 എന്നുള്ള ട്രിപ്ലെറ്റ് ആണ് എന്ന് കിട്ടും. ഇതാണ് പ്രോബ്ലം ചെയ്യുന്നത്. അടുത്തത് കൺവേർട്ട് -√2, √2, 1 ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഇവിടെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. നമുക്ക് ആറ് തീറ്റ സെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആറ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതിൽ നിന്ന് ആർ ഈക്വൽ ടു 2 ഒരെണ്ണം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർ ഈക്വൽ ടു -2 ഒരെണ്ണം എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ടാൻ തീറ്റ നമുക്ക് വൈ ബൈ എക്സ് ആണ് ഒരു ഫോർമുല വരുന്നത്, റിലേഷൻ വരുന്നത്. അപ്പോൾ വൈ ബൈ എക്സ് എന്ന് പറയുമ്പോൾ √2 ഡിവൈഡഡ് ബൈ -√2 ദാറ്റ്സ് ഈക്വൽ ടു -1 കിട്ടും. സെഡ് സെയിം തന്നെയാണ്, സെഡ് ഈക്വൽ ടു 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇഫ് വി ടേക്ക് ആർ ഈക്വൽ ടു 2 then consistent with the fact that x less than 0 and y greater than 0 we take theta equal to 3 π/4 and thus tan theta is equal to -1. അപ്പോൾ ഓക്കെ, ആർ ഈക്വൽ ടു നമ്മളിവിടെ പറഞ്ഞിരുന്നു ആർ സ്ക്വയർ ഈക്വൽ ടു 4 ആണ് വന്നിരുന്നത്. അതിൽ നിന്ന് ആർ ഈക്വൽ ടു +2 എന്നും കിട്ടും, -2 എന്നും കിട്ടും. പക്ഷേ അതിൽ 2 ഓപ്ഷൻ ഉള്ളതിൽ ആർ ഈക്വൽ ടു 2 നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, ആർ ഈക്വൽ ടു 2 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു -1 വരണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ 0 വരും ആൻഡ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്, എക്സ് ലെസ് ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് വി ടേക്ക് തീറ്റ ഈക്വൽ ടു 3 π/4 ഫ്രം ടാൻ തീറ്റ ഈക്വൽ ടു -1. ടാൻ തീറ്റ ഈക്വൽ ടു -1 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് തീറ്റ വേണം. അപ്പോൾ ഇവിടെ ആർ ഈക്വൽ ടു +2 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആണ്, വൈ ഗ്രേറ്റർ ദാൻ 0 ആണ്, ആൻഡ് ടാൻ തീറ്റ ഈക്വൽ ടു -1 ആണ്. ഈ 3 ഫാക്റ്റുകളും യൂസ് ചെയ്തപ്പോൾ ഫ്രം ദാറ്റ് തീറ്റ ഈക്വൽ ടു 3 π/4 ടാൻ ഇൻവേഴ്സ് -1 എടുത്താൽ മതി. അപ്പോൾ അത് 3 π/4 ആണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി നമുക്ക് 2, 3 π/4, 1 അതാണ് കോർഡിനേറ്റ്സ് വരിക. പിന്നെ ആർ ഈക്വൽ ടു -2 ആകുന്ന കേസ് പിന്നെ ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അതാ ഇവിടെ താഴെ ചെയ്തിട്ടുണ്ട്, ഇതാ ഏതെങ്കിലും ഒന്നായാലും മതി കേട്ടോ. ഇവിടെ എന്താ ടാൻ ഇൻവേഴ്സ് ഈക്വൽ ടു -π/4 എന്ന് എടുക്കുകയാണ് ആൻഡ് ആർ ഈക്വൽ ടു -2 എന്ന് എടുക്കുകയാണ് എങ്കിൽ ഇതാണ് കറസ്പോണ്ടിംഗ്ലി കോർഡിനേറ്റ് സിസ്റ്റം വരിക. 2 ഓപ്ഷനും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ മാർക്ക് കിട്ടും. ഇതോ എടുക്കാം അല്ലെങ്കിൽ ഇതോ എടുക്കാം. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി r = -2 എടുക്കുമ്പോൾ ചേഞ്ച് വരും കേട്ടോ. tan ഇൻവേഴ്സ് -1ന് r -2 എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചുകൾ ഇതിന് വരുന്നുണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഓക്കെ.